സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പ് തുടരുകയാണ്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകൾക്കാണ് റെഡ് അലർട്ട്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തുടരുന്നുണ്ട്. രജിത് കുമാർ വിശദാംശങ്ങൾ നൽകും. രജിത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആ ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ട്. കരുതലോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആ മുന്നറിയിപ്പിൽ നിന്ന് വ്യക്തമാകുന്ന 3 ജില്ലകളിൽ റെഡ് അലർട്ട്, ഒപ്പം മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഉണ്ടല്ലോ. വിശദാംശങ്ങൾ. അഖില, വീണ്ടും മഴയുടെ മുന്നറിയിപ്പ് ഇന്നും വീണ്ടും വന്നിരിക്കുന്നു. അത് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇടുക്കി ജില്ലയിലും കോട്ടയം, പത്തനംതിട്ട ജില്ലയും 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. വൈകിട്ടോടു കൂടിയാണ് പുതിയ ഒരു അലേർട്ട് കൂടി വന്നിട്ടുള്ളത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. കാര്യം, മഴ ശക്തമായി തന്നെ പെയ്യും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ശക്തമായ മഴയുണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതേ സമയത്ത് തന്നെയാണ് മറ്റ് ജില്ലകളിൽ ഇപ്പോൾ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനടുത്തുള്ള ജില്ലകളിലൊക്കെയും തന്നെ ശക്തമായ മഴ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്ത് നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ഇതിനോടകം തന്നെ വീണ്ടും അറിയിപ്പ് വന്നിട്ടുണ്ട് എന്നാണ്. കോഴിക്കോട്, വയനാട്, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ എന്നാൽ യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളത്. ശക്തമായ കാറ്റിനും ഇതിന് സാധ്യതയുണ്ട്. അത് പത്തനംതിട്ട ജില്ലയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴയും മഴക്കെടുതികളും ഉണ്ടായ ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോഴും ഉള്ളത്. അപ്പർ കുട്ടനാടിൻ്റെ മേഖലകളിൽ നിന്നൊക്കെയും തന്നെ വെള്ളം ഇറങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടേക്കാണ് വീണ്ടും ഒരു റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ മഴയുടെ മുന്നറിയിപ്പ് വീണ്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും തന്നെ കരുതിയിരിക്കണമെന്ന പ്രത്യേക നിർദ്ദേശം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മറ്റു ജില്ലകളിലേക്കും ഒരുപക്ഷേ സമീപ പ്രദേശങ്ങളിലും സമീപ ജില്ലകളിലേക്കും ഓറഞ്ച് അലേർട്ട് എന്ന് പറയുമ്പോൾ റെഡ് അലേർട്ടിന് സമാനമായ അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു മഴയുടെ സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന പ്രത്യേക നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന പ്രത്യേക നിർദ്ദേശമുണ്ട്. അത്തരത്തിൽ ശക്തമായ ഒരു മഴയുടെ മുന്നറിയിപ്പ് കൂടിയാണ് വന്നിരിക്കുന്നത്. 3 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്.